മുസ്ലിം ലീഗിന്റെ ഈ വയനാട് പുനരധിവാസ പദ്ധതി ഇപ്പോൾ മുടങ്ങി നിൽക്കുകയാണ്. പദ്ധതി തുടങ്ങിയിട്ടേയില്ല. ഇതിന് ഒരു കാരണം ലീഗ് നേതാക്കൾ നടത്തിയ വ്യാപക സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം ഉയർത്തുന്നത് മുൻ മന്ത്രിയും LDF നേതാവുമായ KT ജലീലാണ്. പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് ലീഗ് 40 കോടിയിലധികം രൂപ സ്വരൂപിച്ചിട്ട് ഈ തുക കൊണ്ട് വാങ്ങിയ ഭൂമിയിൽ ആ ഭൂമി എന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും തോട്ടം ഭൂമിയാണ്. വീട് വെച്ച് നൽകാൻ പൊന്നു വില നൽകിയാണ് ലീഗ് 11 ഏക്കർ വാങ്ങിയത്. അതിൽ 1 ഏക്കറേ ഉള്ളൂ നിർമ്മാണം നടത്താൻ പറ്റുന്ന രീതിയിൽ അനുമതിയുള്ളത്. മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടി തുകയ്ക്ക് തോട്ടം ഭൂമി വാങ്ങി കോടിക്കണക്കിന് രൂപ ലീഗ് നേതാക്കൾ അട്ടിമറിച്ചു എന്നതാണ് ജലീലിന്റെ ആരോപണം. അതൊന്ന് കേൾക്കാം. ഈ തട്ടിപ്പ് നിർത്താം. ഈ പാവപ്പെട്ട ലീഗുകാരുടെ പൈസ പോക്കറ്റിലാക്കി വിഴുങ്ങാനുള്ള ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, അതിൻ്റെ നാരായ പേരറുക്കണം. സർക്കാരിന് കിട്ടേണ്ട പൈസ അങ്ങനെ ബലാരും അവനാൻ്റെ പോക്കറ്റിൽക്കാക്കി കൊണ്ടോണ്ട. പൈസ കിട്ടിയല്ലോ എല്ലാവരും. ബാങ്കിന് എത്ര കോടി രൂപയുടെ പിഴയാണ് വന്നത്? ബാങ്ക് അത് കെട്ടി. ബന്ധപ്പെട്ട വ്യക്തികൾ അവരും കെട്ടി. അത് കെട്ടുക എന്നുള്ളതാണ് അതിലെ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. ഹൈവേയുടെ ഓരത്ത് 15 സെന്റ് സ്ഥലം, ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം സ്വന്തമാക്കാൻ. ഇതിനൊക്കെ എവിടുന്നാണ് ഇവർക്ക് പൈസ? ഇതിനൊക്കെ പണം വേണം. ആ പണമൊക്കെ എവിടുന്ന് കിട്ടി? അത് വെളിപ്പെടുത്തട്ടെ. ഞാൻ ഇരുന്ന സ്ഥാനാണത്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തോന്നിയാസം കാണിക്കുമ്പോൾ ഞാൻ പറയണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്. പറയണ്ടേ എന്ന് ചോദിച്ചാൽ പറയണം. ആ പറഞ്ഞതിലെയൊക്കെ വസ്തുത നമ്മൾ പരിശോധിക്കുകയാണ്. മുബഷിർ അക്ബർ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ KT ജലീൽ കൃത്യമായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആ 11 ഏക്കറിൽ ഒരു പണിയും അവിടെ നടന്നിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. ആ പാവപ്പെട്ടവർ 105 പേർ ഈ വാഗ്ദാനവും വിശ്വസിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അവർക്കാണെങ്കിൽ മറ്റു വീടുകൾ കിട്ടത്തുമില്ല. കാരണം അവർ ലീഗിന്റെ പട്ടികയിൽ നിന്ന് വീടെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ 105 പേർ വഴിയാധാരമായോ മുബഷിർ? അതിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി പരിശോധനകളില്ല അല്ലെങ്കിൽ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്? പദ്ധതി സർക്കാർ തടസ്സപ്പെടുത്തും എന്നുള്ള വാദം തന്നെയാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ തെളിവുകൾ പലതും ഉന്നയിച്ചുകൊണ്ടാണ് KT ജലീൽ ഉൾപ്പെടെയുള്ള LDFന്റെ ഇടതുപക്ഷ നേതാക്കൾ രംഗത്ത് വരുന്നത്. KT ജലീൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് വ്യാപകമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ഏറ്റെടുത്ത് നടത്തിയ ലീഗിന്റെ നേതാക്കൾ തന്നെ നടത്തിയതാണ് ഈ ഒരു പദ്ധതി പാതി വഴിയിൽ വെച്ച് നിലക്കാൻ കാരണം എന്നുള്ളതായിരുന്നു. 40 കോടിയിലധികം രൂപയാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പിരിച്ചത്. പൊതുജനങ്ങളിൽ നിന്നായി ഓൺലൈൻ വഴിയായിരുന്നു മുസ്ലിം ലീഗ് ഒരു തുക പിരിച്ചിരുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പിന്നീട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് വാങ്ങിയ 11 ഏക്കറിലധികം വരുന്ന ഭൂമി, അത് തോട്ടഭൂമിയാണ്. അവിടെ എങ്ങനെയാണ് വീട് നിർമ്മിക്കാൻ സാധിക്കുക? ഇത് ഭൂമി വാങ്ങിയ ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ് ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ആധാരം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പരിശോധിക്കുന്ന സമയത്ത് കേവലം 20,000, 25,000 രൂപയ്ക്ക് താഴെ വരുന്ന സെന്റിൽ വില വരുന്ന ഭൂമിയാണ് ഇവർ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും രൂപയ്ക്ക് വാങ്ങിയത് എന്നുള്ളതാണ് ജലീൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത ലീഗിന്റെ ഈ ഉരുൾപൊട്ടൽ സമയത്തും അതിനുശേഷം ഒക്കെ മുബഷിറും അവിടെ പോയതല്ലേ? ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ 11 ഏക്കർ ആ ഭൂമി മേപ്പാടിയിൽ പ്രധാനപ്പെട്ട പാതയോട് ചേർന്നാണ്. അവിടെയൊക്കെ സെന്റിന് എത്രയാ വില? പലതരത്തിലുള്ള വിലയാണ് ജയപാർവതി. ജലീൽ പറയുന്നത് പോലെ മാത്രമല്ല കാര്യങ്ങൾ. ചിലയിടങ്ങളിൽ ആ രീതിയിലുള്ള വിലയുണ്ട്, ചിലയിടങ്ങളിൽ അതിലും കൂടുതൽ വിലയുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇക്കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ചില നേതാക്കൾ നടത്തിയ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് വളരെ സുതാര്യമായി തന്നെ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ലീഗിനാകെ നാണക്കേടാകുന്ന രീതിയിലേക്ക് ഈ പുനരധിവാസം മാറുകയാണോ അതോ സർക്കാർ മാറ്റുകയാണോ? ഈ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ പണം പിരിച്ചെങ്കിൽ ആ പിരിച്ച പണം കൊണ്ട് കൃത്യമായി സമയബന്ധിതമായി ഇതൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടേ എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ലീഗ് നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.